ഇപ്പോ മെസ്സിയാണ് കേരളത്തിൽ വലിയ ചർച്ച. അതില് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കായിക മന്ത്രി ഒരു കാര്യം കൂടെ പറഞ്ഞു. മെസ്സി തന്നെ അദ്ദേഹത്തിന്റെ പേജിലിട്ടു ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വാർത്തയും കൊടുക്കാൻ കൺഫേംഡ് ആണ്, അത് ഓൾറെഡി കൺഫേംഡ് ആണ്. പിന്നെ അപ്പൊ ഇതിന്റെ ബാക്കിലെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് പക്ഷേ വളരെ ദുരൂഹമല്ലേ. ഇതിപ്പോഴും മാധ്യമങ്ങൾ എന്ന പേരിലാണ് ഒരു സ്പോൺസറും ഒരു ചാനലും ഒക്കെ വന്ന് ഇത് കാര്യങ്ങളൊക്കെ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇപ്പം മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇപ്പം മന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോയപ്പോഴും തടയുകയാണ്. മന്ത്രി ചിലരുടെ ചെവിയിലാണ് ആൻസർ മറുപടിയൊക്കെ പറയുന്നത്. ഇതിന് യാതൊരു രേഖയും ഉള്ളതായിട്ട് എവിടെയും വന്നിട്ടില്ല. രണ്ട് ഈ ഉദ്യോഗസ്ഥര് ഒക്കെ നേരത്തെ മരമുറി കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരാണ്. ECD ചെയർമാൻ പറഞ്ഞത് മന്ത്രി പറഞ്ഞിട്ടാണ് കൊടുത്തത് എന്നുള്ളത്. ഇനിയിപ്പം നടക്കുമെന്നുള്ളത് ഒരു ഉറപ്പില്ല. ഈ വിൻഡോയിലൂടെ പോണം നമ്മള്. കമാലിക്ക സ്പോർട്സ് രംഗത്ത് വന്നിട്ട് എത്ര വർഷമായി. ഇപ്പൊ ഞാൻ ഒരു കരിയർ മനസ്സിലാക്കുമ്പോൾ 50 രാജ്യങ്ങൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട് പോയി. 4 ലോകകപ്പ്, 3 ക്രിക്കറ്റ് ലോകകപ്പ്, ഒളിമ്പിക്സ്, ഒരുപാട് വലിയൊരു എന്താ പറയാ സമാനമായൊരു ചരിത്രം സ്പോർട്സ് കായിക മേഖലയിൽ വേറെ ആർക്കെങ്കിലും മലയാളത്തിൽ അവകാശപ്പെടാൻ എന്തായാലും ഉണ്ടെന്ന് തോന്നുന്നില്ല. എങ്ങനെയായിരുന്നു ഈ കഴിഞ്ഞുപോയ വർഷങ്ങൾ? ഞാൻ തുടങ്ങിയത് നമ്മൾ 96 ഓൺവേർഡ്സ്, 96 മുതൽ. അപ്പം അതിലേക്കുള്ള ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ 1984 വേൾഡ് കപ്പ് ഉണ്ട്. മറഡോണ എന്ന് പറയുന്ന ആ 84 വേൾഡ് കപ്പ്. 83 നമുക്കൊരു ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ നമ്മുടെ കൗമാരമാണ്, നമ്മൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ക്രിക്കറ്റൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇന്ത്യയിൽ ബൂം ചെയ്ത് വരുന്ന ഒരു ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് ആയിട്ട് പറയുന്നത് 83 വേൾഡ് കപ്പ്. നമുക്കന്ന് ക്രിക്കറ്റിനെ കുറിച്ചൊന്നും അറിയില്ല. നമ്മുടെ ഒരു വയനാട്ടിലാണ് ഞാൻ പഠിച്ചതൊക്കെ, വരദൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ആ കാലത്ത് നമുക്ക് സേതുമാധവൻ എന്ന് പറയുന്ന അവിടെ ഒരു മാവേലി സ്റ്റോറൊക്കെ ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ ഈ ക്രിക്കറ്റ് എന്താണ് ക്രിക്കറ്റ് ഈ മീൻസ് ആ ഗെയിമിനെ കുറിച്ചൊക്കെ ഇന്നത്തെ പോലെ നമുക്ക് ഈ ഗെയിമിനെ മനസ്സിലാക്കാൻ മറ്റ് ഈ സോഷ്യൽ മീഡിയ ടൂൾസോ എൻജിൻസോ ഒന്നും ഇല്ലല്ലോ. ഇയാളുടെ ഒരു അറിവും പിന്നെ നമുക്ക് ആ റേഡിയോ കമന്ററി മാത്രമാണ്, ട്രാൻസിസ്റ്റർ പഴയ റേഡിയോ. അപ്പം ഇദ്ദേഹം എപ്പോഴും ഈ ചെവിയിൽ ഇങ്ങനെ ചെറിയ റേഡിയോ, അന്ന് നമുക്ക് ആ ചെറിയ റേഡിയോ തന്നെ അത്ഭുതമാണ്. അപ്പോൾ 83 ക്രിക്കറ്റ്, 84 വരും ഫുട്ബോൾ. അങ്ങനെയാണ് ഒരു നമുക്കൊരു സ്പോർട്സ് സ്പിരിറ്റ് ഇങ്ങനെ വരുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ ചെറുതായിട്ടുള്ള ടൂർണമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പഠിക്കുന്ന കാലത്ത് കോളേജ് ടീമിലൊക്കെ എത്തി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിസർവ് ടീമിലേക്ക് വന്നു. ഇങ്ങനെയൊക്കെ വന്നിട്ട് പഠന സമയത്ത് കളിയോട് വലിയൊരു ഭ്രമം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മുടെ ഇപ്പം ആ കാലത്ത് നമ്മുടെ പാരൻസൊക്കെ അങ്ങോട്ട് കളിയെ പ്രൊമോട്ട് ചെയ്യാറില്ല. കളിച്ച കാല് തല്ലി ഒടിക്കും എന്നുള്ള ഒരു ജോലി പഠനം എന്നുള്ളൊരു സാധനമായിരുന്നു. അങ്ങനെ നമ്മൾ ഈ കണ്ട കളികൾ, കളിച്ച കളികളെ കുറിച്ചൊക്കെ എഴുതാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഈ സ്പോർട്സ് ജേർണലിസ്റ്റിലേക്ക് ഇങ്ങനെ പതുക്കെ വന്നത്. ആ കാലത്ത് നമ്മൾ കേരള കൗമുദിയിൽ ഒരു സ്പോർട്സ് ഫീച്ചർ പേജ് ശ്രീധരൻ മാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ PN ശ്രീധരൻ, അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ പഠിച്ചത് സുൽത്താൻ ബത്തേരി സെൻറ് മേരീസ് കോളേജിലാണ്. അപ്പോൾ ഈ കോളേജ് ലൈബ്രറിയിൽ ഇപ്പം ഈ നമ്മുടെ ബൈലൻ മുസ്തഫ കമാൽ ഒറിജിനൽ നെയിം വരദൂർ എന്ന് പറഞ്ഞ് ഇത് വരുമ്പോൾ നമുക്ക് അന്ന് ഈ ബൈലൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണല്ലോ. അപ്പോൾ നമ്മുടെ ഈ ക്യാമ്പസിലൊക്കെ ഈ നമ്മുടെ ആരാധികമാരെയും ആരാധകരെയൊക്കെ ആകർഷിക്കാനുള്ള പേരും കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള അതാണ് എൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ 96 പിന്നെ നമ്മൾ PG ക്കായിട്ട് ഞാൻ വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്നു. പിന്നെ PG ഒക്കെ കഴിഞ്ഞ് ജേർണലിസം എടുക്കുന്നു, പിന്നെ എഴുത്തായി. അങ്ങനെയാണ് ശരിക്കും പത്രപ്രവർത്തനം. പക്ഷെ നമ്മുടെ ആ മൈൻഡിൽ ആ കളി ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഈ പത്രപ്രവർത്തനത്തിൽ വന്നപ്പോഴും ഈ കളിയെക്കുറിച്ച് തന്നെ ഇങ്ങനെ സംസാരിക്കുക, എഴുതുക, അങ്ങനെയാണ് ആ ഒരു സ്പോർട്സിലേക്ക് വരുന്നത്. പക്ഷേ ഇന്റർവ്യൂ എടുത്തവരുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ലയണൽ മെസ്സി, കപിൽ ദേവ്, സച്ചിൻ ടെണ്ടുൽക്കർ, എല്ലാ ലെജൻസിനെയും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയായിരുന്നു മെസ്സി ആയിട്ടുള്ള ഒരു അനുഭവം? അത് തികച്ചും യാദൃശ്ചികമാണത്. അപ്പം നമ്മൾ 2014 ബ്രസീൽ വേൾഡ് കപ്പ്, ആ വേൾഡ് കപ്പിന്റെ സമയത്ത് സാധാരണഗതിയിൽ മാച്ചസിന് ശേഷം ക്യാപ്റ്റനും കോച്ചും മീഡിയ ആയിട്ട് സംസാരിക്കും. അപ്പം അന്ന് അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് ആണ് മാച്ച്. സാവോപോളോയിലെ കോറിന്ത്യൻ സ്റ്റേഡിയത്തിൽ മാച്ച് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ മെസ്സിയൊക്കെ ഏറ്റവും അടുത്ത് കാണാൻ നമുക്ക് മാത്രമുള്ള അവസരമാണല്ലോ ഈ പ്രസ് മീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഫ്രണ്ടിൽ സീറ്റ് കിട്ടി. നോർമലി നമുക്ക് കിട്ടില്ല. നേരത്തെ ആളുകളൊക്കെ അതായത് പല ഇംഗ്ലീഷ് പത്രങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കളി റിപ്പോർട്ട് ചെയ്യാൻ ഒരാള്, പ്രസ് മീറ്റ് റിപ്പോർട്ട് ചെയ്യാൻ ഒരാൾ, ഇങ്ങനെയൊക്കെയാണല്ലോ. നമ്മളിതൊക്കെ വൺ മാൻ ഷോ ആയതുകൊണ്ട് നമ്മൾ തന്നെ അവിടെ കളി കഴിഞ്ഞ് ഉടനെ നമ്മൾ ഇങ്ങോട്ട് ഓടി വരണം.
അപ്പം കളി കഴിയുന്നതിന് മുമ്പ് നമ്മൾ വന്നു, പ്രസ് മീറ്റ് ഇരുന്നു, അപ്പോൾ പ്രസ് മീറ്റ് നടന്നു. പ്രസ് മീറ്റ് കഴിഞ്ഞിട്ട് മെസ്സി മുന്നോട്ടിറങ്ങി. അപ്പം നമ്മൾ നിയമപ്രകാരം പ്ലേയേഴ്സിനുമായിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കരുത്, സംസാരിക്കരുത്, ടച്ച് ചെയ്യരുതെന്നൊക്കെയുള്ള അത് നിയമമാണ്. പക്ഷെ എനിക്കിത് ഇപ്പൊ ഞാനും ശാലിനിയും ഇരിക്കുന്ന ദൂരത്തിൽ മെസ്സി നിൽക്കുകയാണ്. നമ്മളെ നമ്മുടെ ഉള്ളിലുള്ള ആവേശം. അപ്പൊ എന്തായാലും ഞാൻ പോയി കൈ കൊടുത്തു, പറഞ്ഞു ഇങ്ങനെ കമാൽ. അപ്പൊ എൻ്റെ കയ്യിൽ എൻ്റെ ഡയറി ഉണ്ടായിരുന്നു, ഒരു സിഗ്നേച്ചർ വേണമെന്ന് പറഞ്ഞു. അവയെ സിഗ്നേച്ചർ കിട്ടുമെന്നു. അപ്പൊ അദ്ദേഹം വളരെ ഓക്കെ ആയതുകൊണ്ട് എനിക്ക് തന്നെ ഒരു ഫീല്. അപ്പൊ എൻ്റെ വോളണ്ടിയേഴ്സ് ഇങ്ങനെ നോക്കുന്നുണ്ട് അവിടെ നിന്ന്, പക്ഷെ അങ്ങോട്ട് വന്നില്ല. ഞാൻ പറഞ്ഞു ഐ വോണ്ട് ടു ടോക്ക് വിത്ത് യു എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു പിന്നെ മിക്സഡ് സോൺ എന്നൊരു ഏരിയ ഉണ്ട് നമ്മുടെ ഈ പ്രസ് മീറ്റ് കഴിഞ്ഞാൽ ഈ പ്ലേയേഴ്സും മീഡിയയും തമ്മിൽ 1-to-1 ചാറ്റ് നടക്കുന്ന സ്ഥലമാണ്, അവിടെ വരാൻ പറഞ്ഞു. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചൂണ്ടി കാണിച്ചു. അവിടെ ഈ മിക്സഡ് സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. നമ്മളിപ്പം മിക്സഡ് സോണിലേക്ക് അതായത് ആ പ്ലേയേഴ്സിന്റെ പേരൊക്കെ നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ എനിക്കറിയാതെ എനിക്ക് എൻട്രി കിട്ടില്ല എന്ന്. എന്നാലും മെസ്സി പറഞ്ഞതല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ആ മിക്സഡ് സോണിന്റെ എൻട്രിയിൽ പോയി. 2 ലേഡീസ് ഇരിക്കുന്നുണ്ട്, അവരാണ് വോളണ്ടിയേഴ്സ് ആണ്. അവർ എൻട്രി ഇല്ല, കാർഡ് കാണിക്കാൻ പറഞ്ഞു, അക്രഡിറ്റേഷൻ കാണിച്ചു. പക്ഷേ വേറെ ഈ മിക്സഡ് സോൺ കാർഡ് ആ സ്പെഷ്യൽ കോഡ്. അപ്പം ഞാൻ അവിടെയൊക്കെ ഈ ലാംഗ്വേജ് വലിയ വിഷയമാണ്. നമ്മൾ ഈ ഇംഗ്ലീഷുമായിട്ട് പോയാൽ അവർ സ്പാനിഷും പോർച്ചുഗീസുമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ കുറച്ച് പേർക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം. ഓസ്ട്രേലിയക്കാരെ കുറച്ച് വോളണ്ടിയേഴ്സ് ഉണ്ട്, അവർക്കറിയാം. അപ്പോൾ അവരോട് ഞാനിങ്ങനെ പറഞ്ഞു ഈ സാധനങ്ങളൊക്കെ. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അവർ എൻട്രി തന്നു. അങ്ങനെ അകത്ത് കയറി നോക്കുമ്പോൾ ഈ മിക്സഡ് സോണിൽ ധാരാളം മീഡിയാസ് ആണ്. ഇപ്പം പ്ലേയേഴ്സായിട്ട് ഇങ്ങനെ സ്വിറ്റ്സർലൻഡ് പ്ലേയേഴ്സുമായിട്ട് ഇപ്പം അർജന്റീനയുടെ ഹ്യൂഗിനുണ്ട്, ഡിമരിയ എന്നൊക്കെ പറഞ്ഞ കുറേ അവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ആളുകൾ, മീഡിയാസ്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇരുന്നു. മെസ്സി ഇല്ല. കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം വരുന്നു. അദ്ദേഹം വന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വോളണ്ടിയർ ഉണ്ട്. അപ്പോൾ വോളണ്ടിയറോട് ഇദ്ദേഹം ചെവിയിൽ എന്താ പറയുന്ന കുറച്ച് ദൂരം നിന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ വോളണ്ടിയർ കോർഡ്ലെസ് മൈക്കിൽ വേർ ദാറ്റ് ഇന്ത്യൻ ജേർണലിസ്റ്റ് എന്നുള്ള ഒരു അതാണ് അദ്ദേഹം ചോദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഒരു ഇന്ത്യൻ എന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഈ പ്രൊനൗൺസിയേഷനും അത് വലിയ പ്രശ്നമാണല്ലോ. ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല. രണ്ടാമത് ഒന്നുകൂടി ഇദ്ദേഹം ഇതിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇന്ത്യൻ, അപ്പം ഞാൻ കരുതി ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് വന്നു. ഓക്കെ. അപ്പൊ ഈ ഓസ്ട്രേലിയൻ വോളണ്ടിയർ എന്നോട് ചോദിച്ചു വെദർ യു നോ സ്പാനിഷ് ഓർ പോർച്ചുഗീസ്. ഞാൻ പറഞ്ഞു സോറി ഓൺലി ഇംഗ്ലീഷ്. അപ്പൊ ഇയാൾ പറഞ്ഞു ഇന്റർവ്യൂ ഇസ് നോട്ട് പോസിബിൾ, സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ്. മെസ്സിയും ഇംഗ്ലീഷും തമ്മിലുള്ള എന്തോ ഒരു അതയാൾ പറഞ്ഞില്ല, പക്ഷെ ഒരു സാധനം. അപ്പൊ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു അർജന്റീനക്കാരൻ, കുറച്ച് പത്രക്കാരൻ നമ്മൾ ആ വേൾഡ് കപ്പ് വേദിയിൽ വെച്ച് അതിലൊരാൾ ഇങ്ങനെ വിളിച്ചു. അപ്പൊ അയാൾ വന്നു. അപ്പൊ അയാളോട് ഞാൻ പറഞ്ഞു എനിക്ക് സമയമുണ്ട്, പക്ഷേ സ്പാനിഷ് ഇല്ല, ഞാൻ നിങ്ങളോട് ഇംഗ്ലീഷിൽ പറയും, നിങ്ങളൊന്ന് സ്പാനിഷിലാക്കി അദ്ദേഹത്തോട് ചോദിക്കണം. അങ്ങനെ ഞങ്ങളൊരു 6-7 മിനിറ്റ് ഉണ്ട് ചോദിച്ചു, സംസാരിച്ചു. അപ്പൊ 7 മിനിറ്റിന് എത്ര മൂല്യം. പക്ഷെ അതില് ശാലിനി ഏറ്റവും അൺലക്കി എന്ന് പറയുന്നത് നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അത് അവിടെ ഫ്ലാഷസ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാം ചുറ്റും എഴുതി വെച്ചിട്ടുണ്ട്. ക്യാമറ ഓൺ ചെയ്യരുത്. ഞാനിങ്ങനെ മൊബൈൽ എൻ്റെ കയ്യിലൊക്കെ ഉണ്ട് സാധനം. പക്ഷെ അവര് ഈ വോളണ്ടിയേഴ്സ് അപ്പുറത്തൊക്കെ ഭയങ്കര നേരത്തെ തന്നെ എന്നെ പിടിക്കേണ്ട. കാരണം ഞാൻ അനുമതി ഇല്ലാതെയാണ് മെസ്സിയുടെ സംസാരിച്ചത്. അപ്പൊ ഇവർക്ക് നമ്മുടെ അക്രഡിറ്റേഷൻ ഇവർ ക്യാച്ച് ചെയ്താൽ നമ്മൾ കൊടുക്കും. അപ്പൊ ആ ഒരു ഫോട്ടോ കിട്ടിയില്ല. പ്ലസ് പിന്നീട് ഞാൻ കുറെ ശ്രമിച്ചു നോക്കി ഇവർ ഈ മിക്സഡ് സോണിന്റെ, പക്ഷെ അവരത് പുറത്തു വിടില്ല. അപ്പൊ അത് ഒരു എന്താ പറയാ, നമ്മുടെ ഒരു ഫോട്ടോ കിട്ടിയില്ല. ബാക്കി ഓക്കെയാണ്. ആ 7 മിനിറ്റ് ഗംഭീര. പക്ഷെ അതിനെന്തൊരു മൂല്യം. അതെ അതെ. എങ്ങനെയുണ്ടായിരുന്നു ഈ മെസ്സി? അയ്യോ, നമുക്ക് അദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടം കൂടുതൽ തോന്നും. കാരണം ഭയങ്കര ശാന്തത, ഒന്നുമില്ല. അയാള് നമ്മളിപ്പോ കമ്പാരിസണിലേക്ക് വരുമ്പോൾ അയാൾ ആരാണ്? ആള് ലെജൻഡ് അല്ലേ? അപ്പം അയാൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം, ഇരിക്കുന്നില്ല, നിൽക്കണം നമ്മുടെ മുമ്പിൽ. അപ്പം ചോദിക്കുന്നവർക്ക് വളരെ പതിഞ്ഞ ശബ്ദത്തിലാണ് ഈ മറുപടി വരുന്നത്. സോ അപ്പം നമുക്ക് ഇയാള് മൈതാനത്ത് ഇയാളുടെ മത്സരം കണ്ടാൽ ആരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. പ്ലസ് ഒന്ന് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടം കൂടും. അതുകൊണ്ടാണ് നമുക്ക് ആ മെസ്സി എന്ന് പറയുമ്പോൾ, അപ്പം എന്നെ പലരും അതുകൊണ്ട് താങ്കളൊരു അക്യൂട്ട് അർജന്റീനിയൻ ഫാനാണ്, ബ്രസീലുകാർക്കൊക്കെ എതിരാണ്. മീൻസ് ബ്രസീലുകാർ പറയും നിങ്ങൾ അവര് ഈ അർജന്റീനക്കാരെ പല പേരുകളിലൊക്കെ വിളിക്കുന്നുണ്ട്. ആ പേരുകളൊക്കെ നമ്മളിങ്ങനെ എഴുത്തിലൂടെയൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളൊരു പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ പറയും അയാള് മെസ്സി ഭക്തനാന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ഈ കളി കാണുകയും ഇദ്ദേഹത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഭക്തി ഉണ്ടാവും.
അപ്പൊ അത് അല്ലാതെ തന്നെ ഉണ്ടാവും തോന്നുന്നു. കാരണം എന്റെ മോള് ഭയങ്കര മെസ്സി ഫാനാണ്. അതുകൊണ്ട് വെച്ചാൽ എന്തൊരു ലോയലാണ്, എന്തൊരു പീസ്ഫുൾ ആണ്. അതാണ് അവള് ശ്രദ്ധിക്കുന്നത്. ആളുടെ ബാക്കി ഇങ്ങനെ റീൽസ് വരുമ്പോഴേ ഇപ്പൊ നമ്മള് മത്സര മൈതാനത്ത് ഈ ഫൗൾസേ ഇല്ലല്ലോ. ചിലപ്പോൾ 1-2 തവണ റെഡ് കാർഡൊക്കെ അയാൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് സ്പോണ്ടേനിയസ് ആയിട്ട് ചില ഘട്ടങ്ങളിൽ ചില പ്ലേയേഴ്സ് ഒക്കെ ആയിട്ടുള്ള ചില സാധനമാണ്. നോർമലി ഞാൻ അദ്ദേഹത്തിന്റെ ഇപ്പം ഈ സൗത്ത് ആഫ്രിക്കൻ വേൾഡ് കപ്പ് മുതൽ 4 വേൾഡ് കപ്പിലൂടെ ഞാൻ എല്ലാ മത്സരങ്ങളും കണ്ടിട്ടുണ്ട് മെസ്സിയുടെ. പിന്നെ അദ്ദേഹം ഫിഫ ക്ലബ് വേൾഡ് കപ്പിന് കളിക്കുമ്പോൾ, ബാഴ്സലോണക്കായിട്ട് കളിക്കുമ്പോൾ അങ്ങനെ കുറേ മത്സരം കണ്ടിട്ടുണ്ട്. കുറേ മത്സരങ്ങൾ അദ്ദേഹത്തിന് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇയാളെ മാത്രം വാച്ച് ചെയ്യുമ്പോഴേ ഇയാൾ പന്തെടുക്കുന്ന അയാളുടെ സോഫ്റ്റ് സ്കിൽസ് ഒക്കെ ഭയങ്കരമാണ്. പന്തിലേക്ക് ഹൈ ബോളൊക്കെ വരുമ്പോൾ സോഫ്റ്റ് അതേപോലെ എടുത്ത് പോകുന്നപ്പം വീഡിയോസും ഗെയിംസും ഒക്കെ മീൻസ് ഇതുള്ള എല്ലാവർക്കും കാണാനായിട്ട് പറ്റും. സോ ടോപ്പ് ടു ബോട്ടം ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. അതാണ് നമ്മൾ എവിടെ നോക്കി കഴിഞ്ഞാലും. പിന്നെ ഇയാള് ഈ ഫാമിലിയുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ ഭയങ്കര. ഞാൻ ഈ ഖത്തർ വേൾഡ് കപ്പിനുള്ള ഈ 2022 അപ്പൊ നമ്മുടെ പാറക്കൽ അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട് അറിയില്ലേ, അദ്ദേഹത്തിന്റെ ഷോപ്പ് ഉണ്ട് അവിടെ ദോഹയില്. അപ്പം ഭയങ്കര രസമുള്ളൊരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം വേൾഡ് കപ്പ് ഇങ്ങനെ. അപ്പം ഞാൻ മെസ്സിയെ കുറിച്ച് ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ മരിയോ കരോളി എന്ന് പറഞ്ഞ ബയോഗ്രഫി. നമ്മുടെ ലിബി പബ്ലിക്കേഷൻസ്, വലിയ ബുക്ക. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ ബുക്കൊന്ന് മെസ്സിക്ക് കൊടുക്കണം. അപ്പൊ അദ്ദേഹം ഖത്തറിലുണ്ടല്ലോ, ഖത്തറിൽ നമുക്കൊരു നമ്മുടെ തൊട്ടടുത്ത കൺട്രി എന്നുള്ളൊരു ഇഷ്ടം കൂടുതലും. ഞാൻ ഈ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനായിട്ട് അവിടെയുള്ള ഈ അർജന്റീനിയൻ മീഡിയാസ്, ഈ വേൾഡ് കപ്പ് ഇവരോടൊക്കെ അന്വേഷിച്ചു ഇയാളിലേക്കൊന്ന് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇപ്പൊ കോവിഡിന്റെ ഒരു സാധനവും ദെൻ ഇയാളുടെ സുരക്ഷയും ഭയങ്കരമാണ്. ഖത്തർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരുന്നവർ, അവർ പോകാനേ പറ്റുന്നില്ല. കംപ്ലീറ്റ് ഈ പാകിസ്ഥാനി ഈ പോലീസുകാരാണ് അവരുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അവർ ഈ ഭയങ്കര വലിയ ആളുകളാണ്, അടുപ്പിക്കില്ല, നോ എന്ന് പറഞ്ഞ അകറ്റും അവർ, അങ്ങനെയുള്ള. അപ്പൊ ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും അപ്പം യാദൃശ്ചികമായിട്ട് ഈ പാറക്കലിന്റെ ഹോട്ടലിൽ ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരം കളി തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് ജസ്റ്റ് ഇങ്ങനെ, അപ്പൊ ഒരു വലിയ ആൾക്കൂട്ടം അവിടെ ഈ ഹോട്ടലിൽ. അവൾ പാറക്കലിന് തന്നെ മനസ്സിലാകുന്നില്ല എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. അപ്പം ഞങ്ങൾ അങ്ങനെ സംസാരിക്കും. അദ്ദേഹം പറഞ്ഞു കളിക്കാരുടെ ആരോ, വേൾഡ് കപ്പിന്റെ ആരോ എന്നുള്ള ഒരു മുപ്പതേ പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ മാറി നിന്നിട്ട് നോക്കുമ്പോൾ മെസ്സിയുടെ ഭാര്യയും 3 മക്കളുമാണത്. അവരാണ് ഭക്ഷണം കഴിക്കാൻ വന്നത്. അതാണ് ആ കംപ്ലീറ്റ് ആളുകൾ പുറത്തുള്ളത്, ഈ ചെറിയ മക്കള്. പിന്നെ പക്ഷെ ഇവരുണ്ട്, സുരക്ഷക്കാരുണ്ട് കേട്ടോ, കുറച്ച് അവരെ ഇതാക്കുന്നില്ല. അപ്പം അങ്ങനെയാണ് ആ ഫാമിലി, അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അവരങ്ങനെ പിന്നെന്താ പറയുക, ഈ ജാടകളോ ഈ അങ്ങനത്തെ ഇല്ലാത്ത, അത്രയും വളരെ ഡൗൺ ടു എർത്ത് ആണ്. ഇപ്പോ മെസ്സിയാണ് കേരളത്തിൽ വലിയ ചർച്ച. അതില് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കായിക മന്ത്രി ഒരു കാര്യം കൂടെ പറഞ്ഞു. സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ചോദിക്കാം, അതായത് ഇവിടുത്തെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനാണ് ഈ അർജന്റീൻ ഫെഡറേഷന് കത്തയച്ചത് മുടക്കിയത്. കമാലിക്കാണോ? അയ്യോ, ഞാൻ അത്തരത്തിലുള്ള, അത് ഞാനല്ല, ഞാൻ അത്തരത്തിലുള്ള അദ്ദേഹം ആരാണോ ഉദ്ദേശിച്ചെന്ന് അറിയില്ല. പക്ഷെ നമ്മളൊരിക്കലും നമ്മൾ പറയുന്ന നമ്മുടെ നാട്ടിലേക്ക് വരണം ശാലിനി. നമ്മുടെ ആഗ്രഹം ഞാൻ കഴിഞ്ഞ ദിവസവും എൻ്റെ കോളുണ്ട്, തേടൈ എന്നുള്ള കോൾ, അത് ഞാൻ എഴുതിയിരുന്നു. മെസ്സി വരണം, കളിക്കണം, കളി കാണാൻ മലയാളികൾക്ക് അവസരം ഉണ്ടാവണം. ഇതൊക്കെ ഏതൊരു മലയാളിയുടെയും ആഗ്രഹമാണ്, എല്ലാവരുടെയും. പക്ഷെ നമ്മൾ എന്ത് ഫെസിലിറ്റിയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഏറ്റവും ഒടുവിൽ വന്നൊരു വാർത്ത എന്ന് പറയുന്നത്, ഇപ്പം ICC വിമൻസ് വേൾഡ് കപ്പ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓസ്ട്രേലിയൻ ടീം ഇവിടെ ഉണ്ട്, വനിതാ ടീം. അവർ ഇൻഡോറിൽ, മധ്യപ്രദേശിലെ ഇൻഡോറിന്ന്, പിന്നെ അവർ കളി കഴിഞ്ഞിട്ട് ഒരു കോഫി ഷോപ്പിലേക്ക് മറ്റോ പോയത് അത്രേ. അവർ കയറി ഒരു ചങ്ങാതി പിടിച്ചു, വലിയ പ്രശ്നമായത്. ലാസ്റ്റ് BCCI മാപ്പൊക്കെ പറഞ്ഞെങ്കിലും ഭയങ്കര ക്ഷീണമായ സംഭവം. അതേപോലെ ഇപ്പം നമ്മുടെ AFCക്ക് വേണ്ടിയിട്ട് നമ്മുടെ അൽ നസർ, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബ് വന്നിരുന്നു ഗോവയിൽ കളിക്കാനായിട്ട്. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നില്ല, പക്ഷേ സെദിയോ മാനെ, ജാവോ ഫെലിക്സ് എന്നൊക്കെ നല്ല പ്ലേയേഴ്സ് വന്നിരുന്നു. അപ്പോൾ ഈ കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മലയാളി ഇവൻ ഈ ബാരിക്കേഡും ചാടി മൈതാനത്തെത്തി, ഇയാളെ എംബ്രേസ് ചെയ്തു, ഒരു സെൽഫി എടുത്തു. അപ്പോൾ പോലീസ് വന്ന് പിടിച്ചാൽ കൊണ്ടുപോയി, ഇയാൾ ലോക്കപ്പിലായി. അല്ല, ഇതൊക്കെ നമ്മളിവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ മെസ്സി വന്നാലുള്ള അവസ്ഥ എന്താണ്? പോലീസ് റിപ്പോർട്ട് തന്നെ ശരിയാണെന്ന് അറിയില്ല, 5 ലക്ഷം പേര് ആ ദിവസം, ഇപ്പൊ അവർ പറഞ്ഞിരുന്നത് November 17 അപ്പൊ 5 ലക്ഷത്തോളം പേര് കൊച്ചിയിലെത്തും. ആകെ ടിക്കറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇപ്പം 30, അന്ന് പറഞ്ഞാണ് കേട്ടോ, ഇതിൽ എത്രത്തോളം വസ്തുത ഉണ്ടെന്ന് അറിയില്ല, 30,000 പേർക്ക് ഇരിപ്പിടമുള്ളൂ. ബാക്കി ഇത്രയും ആൾ ഈ ടൗണിൽ ഒക്കെ വരുമ്പോൾ ഇപ്പൊ എന്ത് പ്രൊട്ടക്ഷനാണ് ഉള്ളത്?
ഈ സ്റ്റാമ്പേഴ്സ് ഉൾപ്പെടെ നമ്മളിപ്പോൾ ഈ വിജയുമായൊക്കെ ബന്ധപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ. ഈ പ്രൊട്ടക്ഷന്റെ അപ്പുറം ഇത് നടക്കുന്ന കാര്യമായിരുന്നു. ഇതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്? ഒന്നുമില്ല, അതാണ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഫിഫ എന്ന് പറയുന്ന വേൾഡ് ഫുട്ബോൾ ഫെഡറേഷൻ, അവരുടെ റിലേഷൻ എന്ന് പറയുന്നത് ഓരോ രാജ്യത്തെയും അതത് ഫെഡറേഷനുകളുമായിട്ട്, രാജ്യവുമായിട്ടല്ല. ഇപ്പം നമ്മുടെ കേന്ദ്ര സർക്കാരുമായിട്ടല്ല ഫിഫ ബന്ധപ്പെടുക, അവർ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായിട്ടാണ് ബന്ധപ്പെടുക. ഇപ്പം ഈ ഖത്തർ വേൾഡ് കപ്പ് കഴിഞ്ഞ് അവർ ഇങ്ങോട്ട് താല്പര്യം പറഞ്ഞിരുന്നു, കാരണം ഇന്ത്യയിൽ ഞങ്ങളൊരു ഫ്രണ്ട്ലി കളിക്കാം. കാരണം അവർക്ക് അത്രമാത്രം സപ്പോർട്ട് ഖത്തർ കിട്ടിയിരുന്നു. പക്ഷെ മലയാളീസ് ആയിരുന്നു, അവരുടെ പേജിൽ പോലും നമ്മൾ വന്നിരുന്നു. അപ്പം അന്ന് 140 കോടിയുടെ ഒരു ഇതാണ് പറഞ്ഞത് ടീം വരണമെങ്കിൽ. അന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പറഞ്ഞു അയ്യോ 140 കോടി ആവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് പോയതാണ്. അതിനുശേഷമാണ് ഇത്രയും കാശാണ് ഞങ്ങൾ റെഡി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചെറിയൊരു ഓപ്പറേഷൻസ് ഒക്കെ വന്നത് സാധനം. അപ്പോൾ നോർമലി ഇപ്പം കേരളത്തിന് ഒരു തരത്തിലും എന്താണ് ഈ ലിങ്ക് ഇല്ല. നമുക്ക് ഡയറക്റ്റ് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല. നിങ്ങൾ ഫിഫയിലേക്ക് പോകണം ആദ്യം, അതാണ് അതിന്റെ റൂട്ട് എന്ന് പറയുന്നത്. എന്നിട്ട് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെടുന്നത് നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനാണ്. ഒരു സർക്കാരും അല്ല, ഒരു സ്റ്റേറ്റ് സർക്കാരിന് എങ്ങനെയാ ബന്ധപ്പെടാൻ പറ്റുക? സെൻട്രൽ പോലും ഇല്ല, സെൻട്രൽ റോളില്ല അതിൽ. അപ്പം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വഴി, അപ്പൊ ഇവരിപ്പോഴും പറയുന്നില്ലേ, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ കേരളത്തിലെ അഫിലിയേറ്റഡ് ബോഡിയാണ് കേരള ഫുട്ബോൾ അസോസിയേഷൻ, KFA, കൊച്ചി ആസ്ഥാനം. അവരുടെ അണ്ടറിലാണ് 14 ജില്ലാ ഫുട്ബോൾ അസോസിയേഷനുകൾ. ഈ KFA ഒന്നും അറിയില്ല. കൊച്ചിയിൽ മെസ്സി വരുന്നു, അർജന്റീന വരുന്നു എന്നുള്ള KFA അറിയുന്നില്ല. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നേരത്തെ അറിയില്ല, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ആരും അറിയില്ല. അപ്പൊ ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഇതാണല്ലോ. ആദ്യമേ അത് തെറ്റി. അതെല്ലാം പോയി, എല്ലാം തെറ്റിയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ആദ്യമേ സംശയം ഉന്നയിച്ചത്. മന്ത്രിയോട് നമ്മൾ ആദ്യം ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്തിന് മാഡ്രിഡിൽ പോയി എന്നുള്ളതാണ്. മാഡ്രിഡ് സ്പാനിഷ് ആസ്ഥാനമാണ്. ഓക്കെ, ഈ സ്പാനിഷ് ലാലിഗ ഫുട്ബോളിൽ കുറെ അർജന്റീനക്കാർ കളിക്കുന്നുണ്ട്, പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ബ്യൂണസ് അയേഴ്സിലേക്കാണ്. അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ അല്ലേ കാണേണ്ടത്. ആ ദിവസമാണെങ്കിൽ അവർക്ക് ചിലിയുമായിട്ടൊരു വേൾഡ് കപ്പ് യോഗ്യതാ മത്സരമുണ്ട്, അവരെ കാണാം. പക്ഷെ അവിടെ പോയില്ല. അതിന് പകരം മാഡ്രിഡിൽ പോകുന്നു. പിന്നീട് ഏതോ ഒരു മാർക്കറ്റിംഗ് ഓഫീസറെ കാണുന്നു, അവരുമായിട്ടൊരു ജേഴ്സി അനാച്ഛാദനം ചെയ്യുന്നു. എന്നിട്ട് മന്ത്രി ഒരു പോസ്റ്റ് ഇടുകയാണ്, അതാ വരുന്നു അർജന്റീന വരുന്നു, ഞങ്ങൾ ധാരണയായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ അന്നേ അത് ചോദ്യം ചെയ്തു. ചോദ്യം ഇത് മാത്രം, ഡയറക്റ്റ് നമ്മളൊരു ജേർണലിസ്റ്റ് എന്നുള്ളത് 2 ചോദ്യം ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു, അതിന് ഉത്തരവില്ല. പിന്നെ നമ്മൾ ഈ ഹൈപ്പാണ് കേൾക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോഴും നമുക്കത് വിശ്വസിക്കാം, കാരണം നമ്മൾ ഈ സ്പോർട്സ് ജേർണലിസം ഫോളോ ചെയ്യുന്നു. ഇതിന്റെ റൂട്ട്സ് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, അതായത് കൃത്യം എന്ന് പറയുന്നില്ല, പക്ഷെ ഏകദേശം ഇങ്ങനെയൊക്കെയാണെന്നറിയാം. അതിലൂടെ ഒന്നും സഞ്ചരിക്കാതെ വളരെ പെട്ടെന്നൊരു സ്പോൺസർ വരുന്നു, സ്പോൺസർ വലിയ കോടികൾ പ്രഖ്യാപിക്കുന്നു, 100 കോടി ഞങ്ങൾ അടച്ചു അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ അക്കൗണ്ടിലേക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തോട് അന്നേ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അതിന് പ്രൂഫ് ഉണ്ടോ, നിങ്ങൾ ഇപ്പൊ 100 കോടി കൊടുത്താൽ അത് പിന്നീട് കാണിക്കാം എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. പിന്നീട് ഒരു ഘട്ടത്തിൽ ഇല്ലെന്ന് പറഞ്ഞു, കാരണം ഇവർ വരുന്നില്ല, കുറെ ആളുകളൊക്കെ ഇടപെട്ടു, ആകെ ഇവിടെ തന്നെ മീഡിയയൊക്കെ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ. പിന്നീട് ഈ അടുത്താണ് വീണ്ടും പറഞ്ഞത്, ഡേറ്റായി നവംബർ 17 വരുന്നു, ഓസ്ട്രേലിയയാണ് പ്രതിയോഗികൾ, കളി കൊച്ചിയിൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഈ സോഷ്യൽ മീഡിയ ഇതൊക്കെ ഏറ്റെടുത്ത്. അപ്പൊ നമുക്കൊക്കെ ഭയങ്കര തെറിവിളിയായിരുന്നു, നിങ്ങളല്ലേ വരില്ല എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ വരില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇത് എങ്ങനെയാണ് സാധ്യമാവുന്നതെന്ന് ചോദ്യം ചെയ്യപ്പെട്ടു. അതെ, അപ്പം നമ്മളൊരു ഫുട്ബോൾ വിരോധിയായി, ഒരു അർജന്റീന വിരോധിയായി, അങ്ങനെയൊക്കെ. പിന്നെ ഭയങ്കരമായിട്ട് അതിൽ പൊളിറ്റിക്സ് കയറി. ഞാൻ മൂത്ത ലീഗുകാരനായി മാറി, ചന്ദ്രയിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ള അറ്റാക്കിംഗ് ആയിരുന്നു. അപ്പൊ ഇപ്പോഴും വീണ്ടും അത് യാഥാർത്ഥ്യത്തിലേക്ക് വന്നു. നമ്മൾ ചോദിച്ച അതേ ചോദ്യം അവിടെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പിന്നെ ഈ സ്റ്റേഡിയം നന്നാക്കാൻ കൊടുത്തു, എങ്ങനെയാണ്, എന്ത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത്? അവിടെയാണ് വലിയ തമാശകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം ഉണ്ട്. ഈ കോർപ്പറേഷൻ സ്റ്റേഡിയം ഇപ്പോഴും ഗോകുലത്തിന്റെ കയ്യിൽ, അതായത് ഗോകുലം കേരള FC ഹോം ഗ്രൗണ്ട് ആണ്. അപ്പൊ അവരുമായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ ഉള്ള ഒരു ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് മെയിൻ്റനൻസ് ഓൺലിയാണ്. 6 മാസമാണെങ്കിൽ 6 ഇങ്ങനെ കൊടുക്കുന്നത്. ഈ 6 മാസ കാലയളവിൽ നമുക്കൊരു പ്രാദേശികമായിട്ടൊരു മാച്ച് അവിടെ നടത്തണമെങ്കിൽ ഇപ്പൊ ഗോകുലത്തിന്റെ അനുമതി കൂടി നമുക്ക് വേണം. അങ്ങനെയാണ് ആ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇപ്പം കൊച്ചിയിലെ നെഹ്റു സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടേതാണത്.
അപ്പൊ നമ്മളവിടെ എത്രയോ മാച്ചസ് റിപ്പോർട്ട് ചെയ്ത ആളുണ്ട്. ക്രിക്കറ്റ് അവിടെ നടന്നിട്ടുണ്ട്, ഇന്ത്യ ഇറാൻ ധാരാളം മാച്ചസിന് നമ്മൾ പോവാറുണ്ടല്ലോ. അവിടെ നമ്മളിപ്പം കേരളത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റേഡിയം, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ്, ഫിഫ സ്റ്റാൻഡേർഡ് അല്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പം അവിടെയാണ് മാച്ച്. ഇപ്പൊ ആദ്യം പറഞ്ഞിരുന്നത് മെസ്സി വരിക ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എന്ന് പറഞ്ഞു, തിരുവനന്തപുരമാണ്, അവിടെ പിന്നെ ക്രിക്കറ്റ് ആണെന്നൊക്കെ പറയും. പിന്നെ അതാണ് ഇങ്ങോട്ട് വന്നത്. പിന്നീടാണ് നമ്മൾ കേൾക്കുന്നത് 70 കോടിക്ക് ഒരു സ്വകാര്യ വ്യക്തി പറയുകയാണ്, ഞാനാണ് ഇതിന്റെ റെനോവേഷൻസ് നടത്തുന്നത്, ഇതിനെ ഫിഫ സ്റ്റാൻഡേർഡിലേക്ക് ഞാൻ കൊണ്ടുവരും എന്നൊക്കെ ഒരു വ്യക്തി പറയുകയാണ്. അല്ല, വ്യക്തി പറയാൻ മാത്രമല്ല, അവിടെ ചീഫ് സെക്രട്ടറി പോയി നോക്കുന്നു, കമ്മീഷണർ കാവൽ നിൽക്കുന്നു. ഈ കാവൽ നിൽക്കുന്നതൊക്കെ എന്താ പറയാ, എൻ നമ്പർ ഓഫ് കേസുകളുള്ള ഒരാൾക്ക് കമ്മീഷണർ സെക്യൂരിറ്റി പോകുന്ന പോലെയുള്ള അവസ്ഥ. അതെന്താ അങ്ങനെ? നമ്മൾ ശരിക്കും നമ്മളൊരു ഉട്ടോപ്യൻ വേൾഡ് എന്നൊക്കെ നമ്മൾ പറയാറില്ല, അതേപോലെ നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. പക്ഷെ ഈ സംസാരത്തിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഞാൻ പ്രയോഗമാണ് വരുന്നത്. ഈ ഞാൻ എവിടുന്ന പൈസ വരുന്നത്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെയുണ്ടല്ലോ. ഇപ്പൊ സർക്കാർ ഒരു ഡീൽ ഉണ്ടാക്കുമ്പോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൽ ഒരാളെ ഉൾപ്പെടുത്തുമ്പോ ആളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ടേ? ആൾക്ക് എവിടുന്നാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമ്മള് പലപ്പോഴും ഈ കളങ്കിത വ്യക്തിത്വങ്ങൾ എന്നൊക്കെ ചില നെയിംസ് വാക്കാണ്. അത് ഷെയ്ഡി ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്നത്. ഈ മുട്ടിൽ മരമുറിയുമായൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഈ ജേർണലിസ്റ്റ് നമ്മൾ വാർത്തകളൊക്കെ കൊടുക്കുന്നതാണല്ലോ. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നു. അവർ ഈ ഇത്തരത്തിലേക്കൊരു ചാനൽ ഉടമകളായിട്ട് മാറുന്നു. പിന്നീട് ഇവരതിന്റെ സ്പോൺസർമാരായിട്ട് മാറുന്നു. പിന്നെ ഇവര് തന്നെ നടത്തുകയാണെന്ന് പറയുന്നു. ഇപ്പൊ മന്ത്രിയോട് തന്നെ നമ്മൾ പലതവണ ചോദിച്ചിട്ടും അതേ സ്പോൺസറുടെ ചൂണ്ടിക്കാണി സ്പോൺസർ പറയും എന്നുള്ളതാണ്. ഇപ്പം കേരള മന്ത്രിക്ക് ഇതിനെപ്പറ്റി ധാരണ ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ എല്ലാം ഈ സ്പോൺസർക്ക് വിട്ടുകൊടുത്ത് അദ്ദേഹം? പക്ഷെ അദ്ദേഹം ധാരണ ഇല്ല എന്ന് അദ്ദേഹം സമ്മതിക്കില്ല. അദ്ദേഹം ഭയങ്കരമായിട്ട് കായികമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ സ്റ്റേഡിയങ്ങൾ വേണം, കായിക വിദ്യാഭ്യാസം, ഈ കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഈ പർട്ടിക്കുലർ സബ്ജക്റ്റിൽ എനിക്ക് തോന്നുന്നു ബ്ലാങ്ക് ആണ് അദ്ദേഹം അന്ധമായിട്ട് ഇദ്ദേഹം പറയുന്ന ഇങ്ങോട്ട് പുറത്തു പറയാണ്. ഒരു വേള ഒരു 3 മാസം മുമ്പ് മന്ത്രി തന്നെ പറഞ്ഞു വരില്ല, മെസ്സി വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ റീസൺ ആയിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ ഫിഫ വിൻഡോസ് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഈ വിൻഡോസ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നമുക്ക് ഈ സ്പോർട്സ് അറിയാവുന്നതുകൊണ്ട് പറയാണ് കേട്ടോ, ഇവർക്ക് അറിയാം എന്താണ് വിൻഡോ എന്ന് പറയും. എന്താ ഫിഫ വിൻഡോ? ഇവരിങ്ങനെ പറയുകയാണ് മാർച്ച് വിൻഡോയിൽ വരുമെന്ന് പറയും. ഈ മാർച്ച് എന്ന് പറയുന്നത് ഇപ്പം ഏപ്രിൽ മെയ് ജൂണിലേക്ക് വരുമ്പോൾ വേൾഡ് കപ്പാണ്. അതും അമേരിക്ക, മെക്സിക്കോ, കാനഡ. ഓക്കെ, അപ്പോൾ മെസ്സി ഇപ്പോഴുള്ളത് അമേരിക്കയിലാണ്. അതിൽ ഇന്റർ മിയാമിക്ക് വേണ്ടിയിട്ടാണ് കളി, ഫ്ലോറിഡയിലാണ് ഉള്ളത്. അപ്പം അവരെന്ത് പറഞ്ഞാലും ഇങ്ങോട്ട് വരില്ല. അവർ മാത്രമല്ല, ഒരു ഓപ്പോസിറ്റ് ഒരു ടീം വേണ്ട. ഇപ്പോഴും നേരത്തെ പറഞ്ഞിരുന്നത് ഇവിടെ ഓസ്ട്രേലിയ വരുമെന്നാണ്. അപ്പൊ അർജന്റീനക്കാർ ആദ്യം പറഞ്ഞൊരു കണ്ടീഷൻ ഇവർ പറയുന്നതാണ് കേട്ടോ, ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 50-ൽ താഴെയുള്ള ഒരു ടീം ആയിരിക്കണം ഓപ്പോസിറ്റ് എന്നുള്ളതാണ്. എന്തായാലും ഇന്ത്യ വേണ്ടെന്ന് അതാണ് അർത്ഥം. അങ്ങനെയാണ് ഓസ്ട്രേലിയ കണ്ടുപിടിക്കുന്നത്. ഓസ്ട്രേലിയ വേൾഡ് കപ്പ് നല്ല ടീമാണ്. ഇതേ ഓസ്ട്രേലിയക്കാർ ഇപ്പോൾ അർജന്റീന പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഓസ്ട്രേലിയക്കാർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വേറെ ഈ സൗഹൃദ മത്സരങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോഴും നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ വേൾഡ് കപ്പ് ഇയർ ഒരു ടീം, വേൾഡ് കപ്പിൽ ഇപ്പം കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ 32 ടീംസാണ്, ഇത് 48 ടീംസാണ് ഈ വേൾഡ് കപ്പ് മുതൽ. അപ്പോൾ ഈ വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്ത ടീമുകൾ അവരുടെ ശക്തിയുള്ള ടീമുകളുമായിട്ടാണ് ഈ സന്നാഹ മത്സരങ്ങൾ, സൗഹൃദ മത്സരം കളിക്കുകയുള്ളൂ. അതും കാലാവസ്ഥ വലിയൊരു ഘടകമാണ്. അവരിപ്പം അമേരിക്ക, കാനഡ, മെക്സിക്കോ ആ ഒരു ഉത്തര അമേരിക്കൻ പിന്നെ രാജ്യങ്ങളിലോ അവിടെ അവർ പോവുള്ളൂ. അപ്പം ആ ക്ലൈമറ്റുമായിട്ട് ഒന്ന് യൂസ്ഡ് ആവാൻ വേണ്ടിയിട്ട്. ഒരു സാധ്യതയും മാർച്ചിൽ ഇല്ല. ഇപ്പൊ ഈ ഡിസംബറിൽ മെസ്സി വരുമ്പോ എവിടേക്കാ പോകുന്നത്? അത് എവിടേക്കാ കളിക്കുന്നത്? അത് കളിയില്ല. അതായത് ഒരു സ്വകാര്യ മെസ്സിയുടെ ഒരു സ്വകാര്യ ഗ്രൂപ്പാണ് അത്. നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അതിൽ, ഷാനവാസ് എന്ന് പറഞ്ഞിട്ട്. അവർക്ക് ഇതിന്റെ അപ്പം അവര് പിന്നെന്താ പറയുക, ഒരു ബിസിനസ് ഗ്രൂപ്പാണ്. അപ്പൊ ഇദ്ദേഹം ഡൽഹി വരുന്നുണ്ട്, കൽക്കത്ത വരുന്നുണ്ട്, മുംബൈ, പിന്നെ അഹമ്മദാബാദ് പറയുന്നുണ്ട് 4മതായിട്ട്. അപ്പം മെസ്സി അവിടെ കുറച്ച് ആളുകളുമായിട്ട് കാണുകയാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ മെസ്സിയെ കാണണമെങ്കിൽ മീൻസ് ഇപ്പം ബിസിനസ് പരമായിട്ടൊക്കെ കാണണമെങ്കിൽ ആ ഒരു രീതിയിലാണ് അവരത്. അപ്പം എന്നോട് തന്നെ പറഞ്ഞിരുന്നു നമുക്ക് വേണമെങ്കിൽ കാണാം, പക്ഷേ എന്താണ് വലിയൊരു എമൗണ്ട് നമ്മൾ ചിലവഴിക്കണം, പോയി കാണണം, നമുക്ക് നേരിട്ടൊന്നും പോയി കാണാൻ കഴിയില്ല. അപ്പം അതൊരു ശരിക്കും ഇയർലി മെസ്സിയുടെ ഫാദറും കൂടി ഉണ്ടെന്ന് തോന്നുന്നു, ജോർജ് മെസ്സി, അവരുടെ ഒരു ഗ്രൂപ്പിന്റെ ഒരു സാധനം. അത് നേരത്തെ മെസ്സി തന്നെ അദ്ദേഹത്തിന്റെ പേജിൽ ഓൾറെഡി കൺഫേംഡ് ആയിട്ട് ഇട്ടു, ഞാൻ വീണ്ടും ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. ഈ 4 സിറ്റിയും പറയുന്നുണ്ട്. അത് വലിയ പ്രോഗ്രാമാണ്.
അത് ഫുട്ബോളില്ല, കളിയൊന്നുമില്ല. പിന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്, പിന്നീട് ഈ ബോളിവുഡ് ആക്ടേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കൺഫേംഡ് അല്ല, അങ്ങനെ കുറച്ച് VVIPs ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അതാണ്, അത് കൺഫേംഡ്. സർക്കാർ തലത്തിലും കൂടെ ഉള്ള ഒരു കുറച്ച് അതുണ്ട്, അത് സംഭവമായിരിക്കും. പക്ഷെ അതും നമ്മുടെ ഇവിടുത്തെ വിസിറ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് ഓൾറെഡി അത് പിന്നെ ശാലിനി നേരത്തെ ചോദിച്ചില്ലേ, നമ്മൾ മെസ്സിയിലേക്ക് പോയ വഴി തെറ്റാണ്. ഈ വഴി ശരിയാണ്. കാരണം അവർ ഒഫീഷ്യലായിട്ടാണ് ആ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒഫീഷ്യൽ കൺഫർമേഷൻ മെസ്സി തന്നെ അദ്ദേഹത്തിന്റെ പേജിലിട്ടു, ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് വാർത്തയും കൊടുക്കാൻ കൺഫേംഡ് ആണ്, അത് ഓൾറെഡി കൺഫേംഡ് ആണത്. പിന്നെ അപ്പൊ ഇതിന്റെ ബാക്കിലെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് പക്ഷെ വളരെ ദുരൂഹമല്ലേ? കാരണം ഇത് ചോദ്യം ചോദിക്കുന്നവരെ മുഴുവൻ കേരള വിരുദ്ധരാക്കുക. അങ്ങനെ ചെയ്യുമ്പോ ശരിക്കും എന്താന്ന് അറിയാൻ ഇവിടുത്തെ ആളുകൾക്ക്. കാരണം ഇവിടെ മെസ്സി ഫാൻസ് പറഞ്ഞാൽ മെസ്സിക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യുന്നവരുള്ള ഒരു നാടാണത്. അത്രയും ബ്ലഡില് മെസ്സിയെ കൊണ്ടു നടക്കുന്നവരെ പറഞ്ഞു പറ്റിക്കാന്ന് പറയുന്നത്. അല്ല, നമ്മളിപ്പോഴ് ഈ ഒരു ജനാധിപത്യ സമൂഹം, ഒരു സാക്ഷര സമൂഹത്തിലാണ് നമ്മളോട് ഇതൊക്കെ പറയുന്നത്. അവിടെയാണ് എനിക്ക് നമ്മുടെ ഒരു അത്ഭുതം. നമ്മളൊക്കെ ജേർണലിസ്റ്റുകളല്ലേ, നമ്മളൊരു ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന വാർത്തയാണെങ്കിൽ, നമ്മുടെ സംസാരമാണെങ്കിലൊക്കെ ഒരു ക്രെഡിബിൾ ആയിരിക്കണം, കേൾക്കുന്നവർക്കൊരു വിശ്വാസ്യത എന്നുള്ളതല്ലേ. ഇതിപ്പോഴും മാധ്യമങ്ങൾ എന്ന പേരിലാണ് ഒരു സ്പോൺസറും ഒരു ചാനലും ഒക്കെ വന്ന് ഇത് കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിൽ പറയുന്നത് തന്നെ തെറ്റാണെന്നുള്ള വാർത്തകൾ അദ്ദേഹം ആ സ്ഥാപനത്തിന്റെ MD അല്ലാന്നാണ് ഇപ്പൊ ഏറ്റവും വിശ്വാസ്യത എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ ഇപ്പോഴും പ്രതികളായിട്ട് മാറുകയാണ്, മാപ്രകളായിട്ട് മാറുകയാണ്. അതിലൊരു പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ചാൽ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാല് ഒരു ചാനലിൽ ഇരുന്നിട്ട് ഇദ്ദേഹം വീരപ്പനാണെന്ന് പറയാം, എന്നിട്ട് അടുത്ത ചാനലിൽ കയറിയിരുന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ അടക്കം വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കുക. ഇതൊക്കെ ജേർണലിസ്റ്റുകൾ ഒരു കാലത്തും ചെയ്യാതിരുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോ നമ്മൾ ഈ പ്രസന്റ് സിനാരിയോ ശാലി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല, എങ്ങോട്ടാണെന്നുള്ളത് പോകുന്നത് മനസ്സിലാവില്ല. പണ്ട് നമ്മളൊക്കെ ഈ ജേർണലിസം പഠിച്ചു വരുന്ന ഒരു സമയത്ത്, അതായത് നമ്മൾ ഇപ്പം ക്രോസ് ചെക്കിംഗ് എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പം ഞാൻ കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ കുറേ വർഷമായിട്ട്, ഒരു 4 നൂറ്റാണ്ടായി അധ്യാപനവും നടന്നുണ്ട്, സ്പോർട്സ് ജേർണലിസ്റ്റിൽ ഒക്കെ. അപ്പം നമ്മൾ ബേസിക് ജേർണലിസം എന്ന് പറയുന്നത് ഈ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഒരു മാച്ച് റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ തന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, ചെയ്യരുത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നു. ഇതിപ്പോൾ നമ്മൾ ചെയ്യരുത് എന്ന് പറയുന്നതാണ് ഇപ്പോഴും വാർത്തകളായിട്ട്, മീൻസ് അങ്ങനെ വരികയാണ് സാധനങ്ങൾ. ചെക്കിംഗ് ഇല്ലല്ലോ, കാരണം when in doubt check it out, then in doubt cut it out. നമുക്ക് വിശ്വാസമില്ലാത്തത് കളയണം. ഇവിടെ വിശ്വാസം ഇല്ലാത്തത് പറഞ്ഞ് അത് ഭയങ്കരമായിട്ട് ഹൈപ്പില് നോക്കുമ്പോ മെസ്സിയെ ബസ്സെല്ലാമാണ്, ബസ്സൊക്കെ, അതായത് മെസ്സിയുടെ ചിത്രങ്ങളൊക്കെ വെച്ച് ഈ ഇപ്പം നമ്മുടെ എന്താ പറയുക, രാമനാട്ടുകരയിൽ നിന്നും അങ്ങ് വളാഞ്ചേരി വരെ ഓപ്പൺ ബസ് എന്നൊക്കെ പറഞ്ഞ ബസ്സിന് കാണിക്കുന്നു. അത് AI ടെക്നോളജി ഉപയോഗിച്ചൊക്കെ ഭയങ്കരമായി വിഷ്വലൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഇപ്പം മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇപ്പം മന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോയപ്പോഴും തടയുകയാണ്. മന്ത്രി ചിലരുടെ ചെവിയിലാണ് ആൻസർ, മറുപടിയൊക്കെ പറയുന്നത്. ചെവിയിൽ എന്താണ് പറയുക എന്ന് നമുക്കറിയാലോ, ചെവിയിൽ പറയുന്നത്. പിന്നീട് മറ്റ് ഭാഷ ഉപയോഗിക്കേണ്ടി വരും. എന്താണ് ഈ മറ്റേ ഭാഷ എന്നൊക്കെ പറഞ്ഞാൽ, ഒരു മന്ത്രി നമ്മൾ തന്നെ ഇപ്പം വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കും. ഇത് പബ്ലിക്കിലേക്ക് പോവാണല്ലോ ഈ സാധനം. അപ്പൊ ആ രീതിയിൽ എന്താ പറയുക, നമ്മൾ ആകെ എന്താ പറയുക, നിലവാര തകർച്ച നേരിടുന്ന ഒരു സംഭവമായിട്ട് ഈ മെസ്സി ഇൻസിഡന്റ് മാറിയിട്ടുണ്ട്. ഈ സ്റ്റേഡിയത്തിന്റെ കേസിലെ അതിൽ ഞാൻ പിന്നിൽ ദുരൂഹത മാത്രമല്ല, അതിന്റെ പിന്നിലൊരു ക്രിമിനൽ ഗൂഢാലോചന കൂടെ തോന്നുന്നുണ്ടോ? കാരണം എന്താ, ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ പറയുക, ഒന്ന്, ഇതിന് യാതൊരു രേഖയും ഉള്ളതായിട്ട് എവിടെയും വന്നിട്ടില്ല. 2, ഈ ഉദ്യോഗസ്ഥര് ഒക്കെ നേരത്തെ മരമുറി കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരാണ്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ അവിടെ പോയ പല ഉദ്യോഗസ്ഥരും. അങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ 70 കോടി എവിടുന്ന് വന്നു? ഈ ഫിഫ സ്റ്റാൻഡേർഡ് ഉള്ള എന്താണ് ഫിഫ സ്റ്റാൻഡേർഡ്? അതുണ്ടാക്കാനുള്ള ഒരു നോളജ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫേം ഈ പറയുന്ന സ്പോൺസർ കയ്യിലുണ്ടോ? ഒരു കരാർ കൊടുക്കുമ്പോൾ അയാൾക്ക് അതിന് ശേഷിയുണ്ടോ? അതാണ് നോർമലി നമ്മളിപ്പം ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, GCDA ആണ് ഇതിന്റെ ഓണർ എന്ന് പറയുന്നത്. അപ്പൊ GCDA ചെയർമാൻ പറഞ്ഞത് മന്ത്രി പറഞ്ഞിട്ടാണ് കൊടുത്തത് എന്നുള്ളതാണ്. മന്ത്രി രേഖാമൂലം എന്തെങ്കിലും കൊടുത്തതിന് തെളിവില്ല. മന്ത്രി പറഞ്ഞത് ഒരു മാച്ച്, അതായത് ഈ പറഞ്ഞ അർജന്റീന ഓസ്ട്രേലിയ മാച്ച് ആയിരിക്കാം, ഈ മാച്ചിന് മാത്രമായിട്ടാണ് എന്നാണ് അത്ര മന്ത്രി പറഞ്ഞത് എന്നാണ് ഈ GCDA ചെയർമാൻ പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ സ്പോൺസർ പറയുന്നുണ്ട്, എനിക്ക് ഫർദർ ആയിട്ടുള്ള, അതായത് ഞാൻ 70 കോടി മുടക്കുന്നത് കൊണ്ട്, ഇപ്പം ശാലിനി ചോദിച്ചതുപോലെ ഈ 70 കോടി എന്ന് പറയുന്നത് എവിടെ നിന്നാ?
നിങ്ങളൊരു സ്റ്റേഡിയം എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ആ പബ്ലിക് പ്രോപ്പർട്ടി നിങ്ങൾ റിനോവേറ്റ് ചെയ്യാനായിട്ടാണ് നിങ്ങൾ പേഴ്സണലി, ഇപ്പോൾ ഒരു സംഘടനയുടെ പേര് പറഞ്ഞു, ഞാനത് മറന്നുപോയി, അവർക്കാണ് ഇത് കൊടുത്തെന്ന് GCDA പറയുന്നുണ്ട്, വ്യക്തിക്കല്ലെന്ന് പറയുന്നുണ്ട്, ഏതോ ഒരു ഗ്രൂപ്പിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ 70 കോടി മുടക്കി ഇത് നവീകരിക്കുമ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് പറയും എൻ്റെ കോടികൾ അതിലുണ്ട്, അപ്പം എനിക്കതിൽ കൂടുതൽ റൈറ്റ്സ് വേണം. ഇത് പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു നമ്മളോടാണ് ഈ പറയുന്ന ഒരാൾ വന്നിട്ട് ഞാൻ 70 കോടി മുടക്കുന്നു, എനിക്ക് നിങ്ങൾ ഇത്ര അതിൻ്റെ മീൻസ് റോള് തരണമെന്ന് പറയുകയാണ്. അയാളുടെ വാദം ന്യായമാണ് അവിടെ. അല്ല, ഞാൻ ചോദിക്കുന്നത് 70 കോടിക്ക് ഫിഫ സ്റ്റാൻഡേർഡുള്ള സ്റ്റേഡിയം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഫസ്റ്റ്. അല്ല, ഈ നിലവിലുള്ള സ്റ്റേഡിയം ആണല്ലോ, അതിന്റെ റെനോവേഷൻ ആണ് ഇദ്ദേഹം ഈ 70 കോടി എന്ന് പറയുന്നത്. നിലവിലുള്ള സ്റ്റേഡിയത്തിൽ ഇല്ല, ഒരിക്കലും പോരല്ലോ. ഫിഫ സ്റ്റാൻഡേർഡ് എന്താണ്? ഫിഫ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ കുറെ എന്താ പറയുക ഇതിൽ പറയുന്നുണ്ട്, കുറെ എന്താ പറയുക മാനദണ്ഡങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിൽ പ്രൈമറി നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഈ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഒരു അതിവിശാലമായിട്ടുള്ള ഒരു 150 ഏക്കറൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ വലിയൊരു ന്യൂനത എന്ന് പറയുന്നത് നഗരമധ്യത്തിലാണ്, ചുറ്റും വലിയ ബിൽഡിങ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അറ്റാക്ക് ചെയ്യപ്പെടാം. നമ്മളിപ്പം പ്രധാന സെക്യൂരിറ്റി റീസൺസ് ഒക്കെ പറയാറില്ലേ. അപ്പം ഈ കൊച്ചിയിൽ നമ്മുടെ നെഹ്റു സ്റ്റേഡിയത്തിൽ ധാരാളം ഷോപ്സ് ഉണ്ട്, ഹോട്ടൽസ് ഒക്കെ അതിനുള്ളിലുണ്ട്. ഈ ഹോട്ടൽസ് ഗ്യാസ് ഉൾപ്പെടെയുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ കൊച്ചിയിൽ തന്നെ അണ്ടർ 70 വേൾഡ് കപ്പിന്റെ സമയത്ത് ഇതൊക്കെ ഒഴിപ്പിച്ചതാണ്. അത് അണ്ടർ 70 ആയതുകൊണ്ട് പിന്നെ വലിയ താരങ്ങളൊന്നും വരുന്നില്ല. എങ്കിലും ഫിഫ നോംസ് പ്രകാരം കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ഒരു പിന്നെ എന്തെങ്കിലും ഈ സ്റ്റാമ്പേഡോ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളോട് വളരെ പെട്ടെന്ന് ഈ കാണികൾ, അങ്ങനെ കുറേ മാനദണ്ഡങ്ങളുണ്ട്. ഇതൊക്കെ പാലിച്ച് ഫിഫയുടെ ഒഫീഷ്യൽ ടെക്നിക്കൽ കമ്മിറ്റി വന്ന് അപ്രൂവ് ചെയ്യണം. അതാണ് എത്ര സ്റ്റേഡിയം ഇന്ത്യയിലുണ്ട്? വളരെ കുറവാണ്. ഇപ്പം എൻ്റെ അറിവിൽ ഇപ്പോൾ നെഹ്റു സ്റ്റേഡിയം ഉണ്ട് ഡൽഹിയിൽ. പിന്നീട് ഇത്തരം കളികൾ വരുമ്പോൾ താൽക്കാലികമായിട്ട് റെനോവേറ്റ് ചെയ്തിട്ട് പിന്നെ ഇവർക്ക് കൈമാറും. ഇതിപ്പോൾ നിങ്ങൾ നിശ്ചിത ദിവസം പറയും, ആ ദിവസത്തിന് മുമ്പേ നിങ്ങൾ ഫിഫക്ക് ഇത് കൈമാറണം ഈ സ്റ്റേഡിയം. അവർ പരിശോധിച്ച് അപ്രൂവൽ. അതിപ്പം മീഡിയ സ്റ്റാൻഡേർഡ് നോക്കുന്നുണ്ട്. ഇപ്പൊ മീഡിയ ബോക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റേഡിയങ്ങളിൽ മീഡിയ ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തട്ടിപ്പാണ്, മീൻസ് ഒരു സംവിധാനം എന്നുള്ള. പക്ഷേ ഫിഫ അപ്രൂവൽ വേൾഡ് കപ്പിനൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ സ്റ്റേഡിയത്തിലെ മീഡിയ ബോക്സ് ആണെങ്കിൽ, ഹോസ്പിറ്റാലിറ്റി ബോക്സ് ആണെങ്കിൽ, പിന്നെ നമ്മുടെ മെഡിക്കൽ, അങ്ങനെ എല്ലാം നോക്കിയിട്ട് അപ് ടു ബോട്ടം എല്ലാം, അതായത് ടോപ്പ് ടു ബോട്ടം എല്ലാം റെഡി ആണെങ്കിലാണ് അത് അപ്രൂവൽ കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ 70 കോടി മുടക്കിയത് കൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, കുറെ സീറ്റ്സ് മാറ്റുന്നുണ്ട്, കസേരകളൊക്കെ മാറ്റുന്നുണ്ട്, ടർഫ് മാറ്റുന്നുണ്ട്. ടർഫ് നല്ല ടർഫാണെന്ന് പറയുന്നുണ്ട്, പ്ലേയേഴ്സിനുള്ള ടർഫ്. ഇത്രയൊക്കെയാണ് അദ്ദേഹം പറയുന്നുള്ളൂ. പിന്നെ 2 മരമൊക്കെ അവിടെ നിന്ന് മുറിച്ചിട്ടുണ്ട്, വലിയ മരം. അപ്പം ഹൈബിയോടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അവിടെ നമ്മൾ ഈ കലൂർ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് പോയാൽ നമ്മൾ ആകർഷിക്കുന്ന വലിയ ഘടകം ആ 2 മരങ്ങൾ, അവിടെ തണൽ മരങ്ങളാണ്. ശാലിനി പോയിട്ടുണ്ടോ അവിടെ? ആ മരം ഭയങ്കര സാധനം. കാരണം ക്രിക്കറ്റ് മാച്ചൊക്കെ നടക്കും, പ്രത്യേകിച്ച് ഈ വെയിലത്താണല്ലോ ക്രിക്കറ്റ്. ഫുട്ബോളൊക്കെ നമ്മൾ പിന്നെ ഈവനിങ്ങിലാണ്. പക്ഷേ ഈ ടിക്കറ്റ് കിട്ടാത്ത കാണികളും അവരൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ഇപ്പം മൊബൈലിലൊക്കെ കളി കാണുന്നൊക്കെ ഒരു സ്ഥലമാണ്. അത് പോയി. പിന്നീട് അവിടെ ആകെ ഞാൻ വീഡിയോസ് കണ്ടതാണ്, അവിടെ മരം വെട്ട് മറക്കുന്നില്ല എന്നുള്ള ഒരു സാധനമായിട്ട്. അപ്പൊ എന്ത് പറഞ്ഞാൽ ഇപ്പം മെസ്സി വരുന്നില്ല, അതിന് ശേഷം വരുന്ന ഒരു സാധനം ഇതായിട്ട് മാറുകയാണ്. ഇനിയിപ്പോ ഞാൻ അത്ഭുതപ്പെടുന്നത് ഇപ്പൊ ഈ GCDA ഇത് കൈവിട്ടു പോയോ എന്നുള്ളതാണ്. ഈ മെസ്സി വരുന്നതിന്റെ പേരിൽ ഇപ്പോ ആളുകൾക്ക് അറിയാവുന്നത് സ്റ്റേഡിയത്തിന്റെ കേസാണ്. ഇതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയിക്കണം. അല്ലാതെ എങ്ങനെയാണ് ഒരാൾ ഇത്ര എന്താ പറയാ ഇത്ര സ്വാധീനത്തിൽ ഈ ഒരു സംരംഭത്തിൽ കയറി പറ്റുന്നത്? ഞാനാണെങ്കിലോ ശാലിനി ആണെങ്കിലോ ഒരു 10 കോടി നമ്മുടെ ഒരു പേഴ്സണൽ പ്രോപ്പർട്ടി എമൗണ്ട് ആണെങ്കിൽ അങ്ങനെ ഒരു സാധനത്തിന് മുടക്കുവോ? അല്ല, നമുക്ക് ഒരു പൊതു മുടക്കാൻ ആൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മുടക്കട്ടെ. പക്ഷെ ഇതിന്റെ സോഴ്സ് എവിടുന്ന? സോഴ്സ് അതാണ് അതോറിറ്റി എന്ന് പറയുന്നത്, അവർ കണ്ടെത്തണം. അത് വെറുതെ നമ്മൾ ചോദിക്കുകയല്ല, ഇത് സർക്കാർ ചോദിക്കേണ്ട ചോദ്യമായിരുന്നു. കാരണം ഇദ്ദേഹം എവിടുന്നാണ് ഈ പൈസ മുടക്കുന്നത് സർക്കാർ ആദ്യം ചോദിക്കണ്ടേ? പ്രത്യേകിച്ചും ഇങ്ങനെ ആരോപണ വിധേയനായ കേസന്വേഷണങ്ങൾ നേരിടുന്ന ഒരാള് ഓഫറുമായി വരുമ്പോ ഇയാൾ എവിടുന്നാണ് പൈസ എന്നുള്ളത് നോർമലി നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. നോർമലി നമ്മൾ ചോദിക്കും, സർക്കാർ ഉറപ്പായിട്ടും ചെയ്യണമല്ലോ. കാരണം അല്ലെങ്കിൽ ഇതിന്റെ ബാഡ് നെയിംസ് ഒക്കെ സർക്കാരിലേക്കാണല്ലോ വരുന്നത്. സർക്കാരിന് അനാവശ്യമായ ഒരു വിവാദത്തിൽ, പ്രത്യേകിച്ചും നിയമസഭാ ഇലക്ഷനിലേക്ക് പോകുമ്പോൾ അനാവശ്യമായ ഒരു വിവാദത്തിൽ സർക്കാരിനെ കൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കായിക മന്ത്രി തന്നെ ഈ ബൈ ഇലക്ഷൻ സമയത്തൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പാലക്കാട് ബൈ ഇലക്ഷൻ സമയത്ത്, മറ്റേ നമ്മുടെ ഉമ്മൻചാണ്ടി പുതുപ്പള്ളി ബൈ ഇലക്ഷൻ, ഈ സമയങ്ങളിലൊക്കെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട് മെസ്സി വരും.
മെസ്സി വരും. അപ്പൊ നമ്മളിത് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇതിലൊരു പൊളിറ്റിക്കൽ ലക്ഷ്യമാണ് ഇതിലുള്ളത്. കാരണം ഈ യൂത്തിന്റെ ഒക്കെ ഒരു വോട്ടൊക്കെ അങ്ങനെയൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും വരുന്നില്ല എന്ന് പറയുമ്പോഴാണ് എല്ലാവരും നിരാശരാകുന്നത്. നിരാശ എല്ലാവർക്കും ഉണ്ട്. കാരണം മെസ്സി വന്നാൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനവും സന്തോഷവും. നമ്മുടെ മുമ്പ് റൊണാൾഡിനോയെ കോഴിക്കോട് കൊണ്ടുവന്നിരുന്നു നാഗ്ജിയുടെ ഉദ്ഘാടനത്തിനായിട്ട്. അന്ന് റൊണാൾഡിനോ കളിക്കാരനല്ല, കളി കഴിഞ്ഞ് റിട്ടയർ ചെയ്തിട്ടുള്ള, എന്നാലും അതിൻ്റെ ഒരു ഹൈപ്പ് ഭയങ്കരമായിരുന്നു. എൻ്റർ ബ്രസീൽ ഫാൻസ്, ഫുട്ബോൾ ഫാൻസ് കോഴിക്കോട് നമ്മുടെ ബീച്ചിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ ഒഫീഷ്യൽ ഉദ്ഘാടനം. അപ്പോൾ റൊണാൾഡിനോ ഒരു എക്സ് ഫുട്ബോളറാണ്, മെസ്സി കറന്റ് ഫുട്ബോളറാണ്. അപ്പം അദ്ദേഹം വരുമ്പോൾ ഭയങ്കരമല്ലേ കേരളത്തിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ അത് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഇല്ലാതായി. ഇനിയിപ്പം നടക്കുമെന്നുള്ളത് ഒരു ഉറപ്പില്ല. ഈ വിൻഡോയിലൂടെ പോകണം നമ്മൾ. അതായത് ഇതിന്റെ ശരിയായ പ്രോട്ടോകോൾ വഴി പോകണം. വരും. അതായത് അർജന്റീനക്കാർ ഈ ഖത്തർ വേൾഡ് കപ്പ് നേടിയതിന് ശേഷം ഞാൻ ആ ഫൈനൽ ഉൾപ്പെടെ എല്ലാ മത്സരം, അർജന്റീന എല്ലാ മത്സരവും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ ലുസൈൽ സ്റ്റേഡിയത്തെ അത്ഭുതം എന്ന് പറയുന്നത് അവിടെ ഈ അർജന്റീനിയൻ ഫുട്ബോൾ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ അർജന്റീനക്കാളേക്കാൾ മീൻസ് അവരെക്കാൾ കൂടുതൽ മലയാളീസും ഇന്ത്യൻസും ആണ്. നമുക്ക് ഏകദേശം അറിയാലോ. അപ്പൊ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇനിയിപ്പോ മെസ്സിയുടെ വിക്ടറി പരേഡൊക്കെ ഉണ്ടായിരുന്നു ലുസൈൽ ഓപ്പൺ ബസ്സിലൊക്കെ. അപ്പോൾ ഈ ബസ്സിന് പിറകെ വീഡിയോസ് നോക്കിയാൽ കാണാം കംപ്ലീറ്റ് മലയാളീസ് ആണ്. അപ്പൊ അതിനുശേഷമാണ് നമ്മളെ ഇവിടെ ഒരു കോഴിക്കോട് മെസ്സിയുടെ ഒരു പുഴയില് ആ സാധനമൊക്കെ അവർ പേജിലൊക്കെ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇങ്ങോട്ട് വരാൻ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ഒഫീഷ്യൽ വേയിലൂടെ പോവുക. ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെടുക. അവരുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ ലെറ്റർ ഫിഫയിലേക്ക് പോവുക. ഫിഫ അപ്രൂവ്ഡ് ആണെങ്കിൽ വെന്യൂ നിശ്ചയിക്കുക. വെന്യൂ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വെന്യൂ സ്റ്റാൻഡേർഡ് പരിശോധിക്കാനായിട്ട് ഇവർ വരും. അപ്രൂവ്ഡ് ആണെങ്കിൽ ഡേറ്റ് കൊടുക്കും, കളിയായി. ഇതാണ് സിമ്പിൾ, സ്ട്രൈറ്റ് ആണ് ആ സാധനം. അതിനിടയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത് കേൾക്കുന്നത് എന്നുള്ളതാണ്. അവസാനം ഇതൊക്കെ സർക്കാരിനാണ് തിരിച്ചടിയാവുന്നത്. എന്തായാലും വരും. മാർച്ചിലാണെങ്കിൽ വരട്ടെ. നമ്മൾ പോസിറ്റീവായിട്ട് ആഗ്രഹിക്കുന്നത് വരട്ടെ, കളിക്കട്ടെ. അറ്റ് ദ എൻഡ് നമുക്ക് നല്ല ഒരു കളിമുറ്റമെങ്കിലും കിട്ടട്ടെ. കാരണം ഇതിന്റെ പേരിലാണെങ്കിലും നല്ല സ്റ്റേഡിയവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റേഡിയങ്ങൾ നന്നാവുമല്ലോ. പിന്നീട് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഇവിടുത്തെ ലോക്കൽ പ്ലേയേഴ്സിനെങ്കിലും കളിക്കാലോ അവിടെ. അങ്ങനെ ഒരു സാധനമുണ്ട്. പക്ഷെ സ്റ്റേഡിയം നന്നാക്കി അത് ആര് കൊണ്ടുപോകുന്നു, അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ മാറുമോ എന്നുള്ളതാണ് പിന്നീട്. പക്ഷെ അങ്ങനെ ലീഗലി മാറാൻ പറ്റില്ലല്ലോ. ഇല്ല, പറ്റില്ല. പക്ഷെ ഇതിപ്പം ക്ലെയിംസ് ഉന്നയിക്കാലോ. ഇപ്പം എന്നാൽ എന്റെ 70 കോടി തിരിച്ചതാന്ന് ശാലിനി പറഞ്ഞാൽ പോരെ. ഞാൻ 70 കോടി മുടക്കിയിരിക്കുന്നു, അപ്പം എന്റെ 70 കോടി നിങ്ങൾ തിരിച്ചു നൽകിയാൽ ഞാൻ പിന്മാറാം എന്നുള്ള തരത്തിൽ. പണ്ട് 2015 കേരളം ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സമയത്ത് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം വൺ ഓഫ് ദ വെന്യൂ ആയിരുന്നു. അത് കോർപ്പറേഷന്റെ പ്രോപ്പർട്ടി ആയിരുന്നു. പക്ഷെ ദേശീയ ഗെയിംസിന്റെ സമയത്ത് അത് സംസ്ഥാന സർക്കാരിന് കൈമാറി ഈ സ്റ്റേഡിയത്തിന്റെ ഓണർഷിപ്പ് താൽക്കാലികമായിട്ട്. അപ്പോൾ അവിടുത്തെ റെനോവേഷൻ നടത്തിയത് സർക്കാരാണ്. അപ്പോൾ സർക്കാരിന്റെ ഓണർഷിപ്പ് അവിടെ വന്നു. അപ്പോൾ പിന്നീട് കുറച്ചു കാലം നമ്മൾ കണ്ടത് 3 സെക്യൂരിറ്റി കണ്ടു അവിടെ. ഒന്ന് കോർപ്പറേഷന്റെ സെക്യൂരിറ്റി മീൻസ് സെക്യൂരിറ്റിക്കാരൻ, മറ്റൊന്ന് സർക്കാരിന്റെ സെക്യൂരിറ്റിക്കാരൻ, മറ്റൊന്ന് ആ സ്വകാര്യ ഈ മീൻസ് ഞാൻ പറഞ്ഞില്ല ഗോകുലം ഉൾപ്പെടെയുള്ളവർക്ക് കൊടുത്തിരുന്നു അവരുടെ സെക്യൂരിറ്റിക്കാരൻ. അപ്പം നിങ്ങൾ ഈ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് എൻട്രി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ 3 സെക്യൂരിറ്റിക്കാരനോട് ചോദിക്കണം. അതേ അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാലുള്ള എന്താണ് പറയുക ദുര്യോഗം എന്ന് പറയുന്നതാണ്. ഇപ്പോ നിങ്ങളാണിത് മുടക്കിയത് എന്നുള്ള പ്രചരണം നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഭീഷണിയൊക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഈ സോഷ്യൽ മീഡിയയിലൂടെ പലരും ഇങ്ങനെ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ഭയങ്കരമായിട്ട്. പക്ഷെ നമ്മളത് എൻജോയ് ചെയ്യുന്നേ ഉള്ളൂ. കാരണം നമ്മളിപ്പം വളരെ പോസിറ്റീവായിട്ട് ഇപ്പോഴും ഈ അഭിമുഖത്തിലും വളരെ പോസിറ്റീവായിട്ട് പറയാം അദ്ദേഹം വരട്ടെ. നമുക്ക് എല്ലാവർക്കും നമ്മളൊക്കെ കണ്ടു മെസ്സി, അദ്ദേഹത്തിന്റെ കളിയൊക്കെ കണ്ടിട്ടുണ്ട്. കാണാതെ കുറേ ആളുകളില്ലേ സാധാരണക്കാരായ ഫുട്ബോൾ ഫാൻസ് ഉണ്ടല്ലോ, അവർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ഈ കാണുക എന്ന് പറയുന്നത്. അത് കാണട്ടെ, അവർ കളിയൊക്കെ കണ്ടു കഴിഞ്ഞാലുള്ള ഒരു താല്പര്യമുണ്ടല്ലോ, അത് വരട്ടെ. പിന്നെ നമുക്ക് ടൂറിസം ഒക്കെ ബൂം ചെയ്യാനൊക്കെ ഭയങ്കര സഹായമായിരിക്കും. അതൊക്കെ എന്തൊക്കെ പറയാം, കുറെ പോസിറ്റീവ്സും ഉണ്ട്. അത് നടക്കണം എന്നുള്ളതാണ്. നമ്മളെ കുട്ടികൾക്ക് മെസ്സിയെ കാണാനും ഒക്കെ ഉള്ള അവസരം എന്നുള്ളതാണ്. ഇപ്പോ സന്തോഷം. ഇനിയും കുറെ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കട്ടെ. നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. Chapter 4, a chapter with endless stories.